ഹലോ കൂട്ടുകാരെ, നമുക്ക് ഇന്നൊരു വെജിറ്റബിൾ സാൻഡ്വിച്ച് കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വെജിറ്റബിൾ സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, കുറച്ച് സവാള എല്ലാം ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധാരണ നമ്മൾ ഇതെടുത്തതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ക്യാബേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് വീതം നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കവും സവാള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് കൂടുതൽ നമ്മുടെ ക്യാബേജ് എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ക്യാബേജ് മുന്നിട്ട് വേണം എടുക്കാൻ, എന്നാലായിരിക്കും സാൻഡ്വിച്ചിന് ടേസ്റ്റ് കൂടുക. അതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ക്യാബേജും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്നത് നമ്മുടെ മയോണീസാണ്, വെജിറ്റബിൾ സാൻഡ്വിച്ചാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ മയോണീസാണ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ അല്ലാത്തവർക്കാണെങ്കിൽ എഗ്ഗ് മയോണീസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മയോണീസ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മയോണീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾ മയോണീസ് സാൻഡ്വിച്ചാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചിക്കൻ വേവിച്ചതിന് ശേഷം ചിക്കൻ ചെറുതായിട്ട് കഷ്ണിച്ചൊക്കെ ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം നമ്മൾ സാൻഡ്വിച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഞാനിതിലേക്ക് മയോണീസും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. അപ്പോൾ അതവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ സാൻഡ്വിച്ചിൻ്റെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാൻഡ്വിച്ച് ബ്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ബ്രെഡാണെങ്കിൽ എടുത്താൽ മതി. അതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് കളയുക. അരികൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം, ടോസ്റ്റ് ചെയ്തെടുക്കാം. അത് ഞാനിവിടെ കുറച്ച് വെണ്ണ ചേർത്തതിന് ശേഷം കുറച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ നല്ലപോലെ മൊരിച്ചല്ല എടുത്തിരിക്കുന്നത്. അതിന് നമ്മളിപ്പോൾ ഇവിടെ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം മറ്റേ രണ്ടാമത്തെ ബ്രെഡും കൂടി പൊക്കത്ത് വെച്ചിട്ട് എടുത്തു കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് വീട്ടിൽ നമുക്ക് സ്നാക്സായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തിന് നല്ലതാണ്. കാരണം ഇതിനകത്ത് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനും നമുക്ക് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചായയുടെ കൂടെ കൊടുക്കാനൊക്കെ പറ്റിയ ഒരു സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് ചിക്കനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇത് വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ ആയവർക്ക് വെജിറ്റബിളും പിന്നെ വെജിറ്റേറിയൻ മയോണീസുമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണമെങ്കിൽ നേരത്തെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിന് പകരം ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് ടോസ്റ്റ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് റാപ്പറിൽ ഒന്ന് പൊതിഞ്ഞ് വെക്കുന്നതേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കിയാൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് വൈകുന്നേരത്തേക്ക് ചൂടാക്കി വേണമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയാൽ അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതുപോലെ തന്നെ ഇരിക്കും. അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ മയോണീസ് സാൻഡ്വിച്ച് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഹെൽത്തിയും വളരെ ഗുണപ്രദവുമാണ്. ഈ ബ്രെഡിന് പകരം നിങ്ങൾക്ക് വീറ്റ് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. ഡയറ്റൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ വീറ്റ് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് നല്ല നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.